പ്രകൃതി എന്ത് അത്ഭുതമാണല്ലേ. നമ്മൾ മനുഷ്യർ തന്നെ എന്ത് അത്ഭുതമാണ്. ജീവശാസ്ത്രപരമായി നോക്കുമ്പോൾ രക്തവും മാംസവും അസ്ഥിയും ഒക്കെ കൂടിച്ചേർന്ന 2 കണ്ണും 2 ചെവിയും ഒരു മൂക്കും ഒരു വായും ഒക്കെയുള്ള കൃത്യം 32 പല്ലുകൾ തന്നെ വായിൽ മുളയ്ക്കുന്ന, മിനിറ്റിൽ 72 തവണ ഹൃദയമടിക്കുന്ന നമ്മൾ മനുഷ്യരെല്ലാം എവിടെയൊക്കെയോ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. എത്ര തരം മനുഷ്യരാണ്. കൂടിയും കുറഞ്ഞും നിറമുള്ളവർ, എപ്പോഴും ചിരിക്കുന്നവർ, ഒട്ടും ചിരിക്കാത്തവർ, എപ്പോഴും വെപ്രാളപ്പെടുന്നവർ, എപ്പോഴും ശാന്തരായിരിക്കുന്നവർ, എല്ലാത്തിനെയും ഗൗരവത്തിൽ കാണുന്നവർ, എല്ലാത്തിനെയും ലളിതമായി കാണുന്നവർ, എന്തിൻ്റെയും നന്മയെ മാത്രം കാണുന്നവർ, എന്തിൻ്റെയും ദോഷത്തെ മാത്രം കാണുന്നവർ, മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ, മധുരം തീരെ ഇഷ്ടപ്പെടാത്തവർ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, പട്ടണങ്ങളെ സ്നേഹിക്കുന്നവർ, മറ്റു ജീവജാലങ്ങളെ സ്നേഹിക്കുന്നവർ, മറ്റു ജീവജാലങ്ങളെ അറപ്പോടെ നോക്കുന്നവർ, എന്തു സഹായത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നവർ, അന്യർക്ക് ദോഷം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നവർ, നൃത്തം ഇഷ്ടപ്പെടുന്നവർ, സംഗീതം ഇഷ്ടപ്പെടുന്നവർ, വരയ്ക്കാൻ കഴിവുള്ളവർ, സേവനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, ജീവകാരുണ്യ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നവർ, സമ്പത്തിൽ അഹങ്കരിക്കുന്നവർ, ഉള്ള സമ്പത്ത് സഹജീവികൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്നവർ, അങ്ങനെ പലതരം മനുഷ്യരാണ് നമുക്ക് ചുറ്റും. വ്യത്യസ്ത ഇനം പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടത്തിന്റെ മനോഹാരിതയുണ്ട് വ്യത്യസ്തരായ മനുഷ്യർ നിറഞ്ഞ നമ്മുടെ ലോകത്തിനും. എന്നാൽ കുറേ പേർ എല്ലാവരെയും തന്നെ പോലെയാക്കാനുള്ള പ്രയത്നത്തിലാണ്. മറ്റു ചിലരാകട്ടെ മറ്റുള്ളവരെ പോലെ ആകാനുള്ള പ്രയത്നത്തിലും. ശരിയല്ലേ? എന്നാൽ എല്ലാവരും എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടർന്നോട്ടെന്നും കരുതി നമുക്ക് നമ്മുടെ വഴി ഒരു യാത്ര പോയാലോ? ചുറ്റുമുള്ളവരെ നോക്കി താരതമ്യം ചെയ്യാതെയും മൂല്യമില്ലാത്തയാളെന്ന് സ്വയം താഴ്ത്താതെയും നമുക്ക് സന്തോഷം തേടാൻ ഇറങ്ങിയാലോ? സന്തോഷിക്കുക എന്നത് നമ്മുടെയൊക്കെ അവകാശവും നമുക്ക് സ്വയം സന്തോഷം നേടിക്കൊടുക്കുക എന്നത് നമ്മുടെ കടമയുമാണ് കേട്ടോ. അതിനുള്ള ആദ്യ ചുവടെന്ന നിലയിൽ ചുറ്റുമുള്ളവരിലേക്കുള്ള ഫോക്കസ് അങ്ങ് നിർത്തിയാലോ? ജീവിതയാത്രയിൽ എപ്പോഴോ മറന്നുപോയ ചില ഇഷ്ടങ്ങളുണ്ടാവും. അവരെയും ഇവരെയും ഒക്കെ നോക്കുന്ന നേരം കൊണ്ട് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളറകളിൽ മറന്നുവെച്ച ആ ഇഷ്ടങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കാം. എന്നിട്ട് കുഞ്ഞു വാവ ചൂടുവെക്കാൻ പഠിക്കുന്നത് പോലെ ഒന്ന് തുടങ്ങി നോക്കിയാലോ? ഒരു കുഞ്ഞു ചിത്രമോ, ഒരു കുഞ്ഞു തുന്നലോ, ഒരു കുഞ്ഞു നൃത്തച്ചുവടോ, ഒരു കുഞ്ഞു കവിതയോ, ഒരു കുഞ്ഞു വിഭവമോ, ഒരു കുഞ്ഞു കഥ വായനയോ, ഒരിത്തിരി സമയ വ്യായാമമോ, ഒരിത്തിരി ആകാശനോട്ടമോ, ഒരു കുഞ്ഞു മുത്തുമാല കോർക്കലോ, ഒരു കുഞ്ഞു പ്രകൃതി സന്ദർശനമോ, അങ്ങനെ എന്തിനെയെല്ലാം നമുക്ക് തിരികെ കൊണ്ടുവരാം അല്ലേ? ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ നമ്മളെ തേടി സന്തോഷത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ഓളങ്ങൾ വരും. സ്വയം ഇഷ്ടപ്പെട്ടത് ചെയ്തതിൻ്റെ സന്തോഷം, പിന്നെ ആരെങ്കിലും അഭിനന്ദിച്ചാൽ ഇത്തിരി കൂടി സന്തോഷം. അങ്ങനെ നാളുകൾ പോകെ സന്തോഷത്തിൻ്റെ ഒരു നേർത്ത തണുപ്പ് ഉള്ളിലും ഒരു ചെറു പുഞ്ചിരി ചുണ്ടിലും സദാ വിരിഞ്ഞു നിൽക്കും.